നമസ്കാരം. സക്സസ് മന്ത്രിയുടെ മറ്റൊരു വിപ്ലവകരമായ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സുഹൃത്തെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ മണ്ണിൽ ഒരേ വെള്ളമൊഴിച്ച് വളരുന്ന രണ്ട് തെങ്ങുകൾ. ഒന്ന് നിറയെ തേങ്ങകൾ തരുന്നു, മറ്റേത് ഉണങ്ങി മുരടിച്ചു നിൽക്കുന്നു. ഒരേ സ്കൂളിൽ പഠിച്ച രണ്ട് സുഹൃത്തുക്കൾ 10 വർഷം കഴിയുമ്പോൾ ഒരാൾ കോടീശ്വരനായി ആഡംബര കാറിൽ വരുന്നു, മറ്റേയാൾ ഇപ്പോഴും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നു. എന്താണിതിന് കാരണം? നമ്മൾ പറയും അത് വിധിയാണ്. പക്ഷെ സത്യം അതല്ല. നിങ്ങളുടെ അടുക്കളയിലെ ഉപ്പ് തൊട്ട് ബാങ്ക് അക്കൗണ്ടിലെ പണം വരെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യമുണ്ട്. നൂറ്റാണ്ടുകളായി രാജാക്കന്മാരും പ്ലേറ്റോ, ഷേക്സ്പിയർ, ന്യൂട്ടൻ തുടങ്ങിയ പ്രതിഭകളും ഉപയോഗിച്ച ആ രഹസ്യമാണ് പ്രപഞ്ചത്തിന്റെ മഹാനിയമമായ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. ആ രഹസ്യം ഇന്ന് ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് തരാൻ പോകുകയാണ്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളൊരു കാന്തമാണ്. നിങ്ങൾ എപ്പോഴും ദാരിദ്ര്യത്തെയും കടത്തെയും രോഗത്തെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരു നെഗറ്റീവ് കാന്തമായി മാറും. അറിയാതെ തന്നെ കൂടുതൽ കടങ്ങളെയും പ്രശ്നങ്ങളെയും നിങ്ങൾ ആകർഷിക്കും. നേരെ മറിച്ച് സമ്പത്തിനെയും സന്തോഷത്തെയും കുറിച്ച് ചിന്തിച്ചാൽ അവ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ടി വിയിൽ ചാനൽ മാറ്റുന്നത് പോലെയാണ്. നിങ്ങൾ സങ്കടം എന്ന ചാനൽ വെച്ചാൽ ജീവിതത്തിൽ സങ്കടം മാത്രമേ കാണൂ. ചാനൽ മാറ്റേണ്ട റിമോട്ട് നിങ്ങളുടെ ചിന്തകളാണ്. ഈ പ്രപഞ്ചം ഒരു വലിയ മാജിക് കിച്ചൺ പോലെയാണ്. അവിടെ ഓർഡർ ചെയ്യാൻ 3 ലളിതമായ സ്റ്റെപ്പുകളാണുള്ളത്. 1. ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി തീരുമാനിക്കുക. എനിക്ക് കടം വേണ്ട എന്ന് പറയരുത്, കാരണം പ്രപഞ്ചത്തിന് വേണ്ട എന്ന വാക്ക് മനസ്സിലാവില്ല. പകരം എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം എന്ന് പറയുക. ഇന്ന് തന്നെ ഒരു പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൃത്യമായി എഴുതുക. 2. വിശ്വസിക്കുക. ഓർഡർ ചെയ്ത ഭക്ഷണം മേശപ്പുറത്ത് എത്തുമെന്ന് വിശ്വസിക്കുന്നത് പോലെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. പുതിയ വീടാണ് സ്വപ്നമെങ്കിൽ ആ വീട്ടിലെ സോഫയിലിരുന്ന് ചായ കുടിക്കുന്നതായി സങ്കല്പിക്കുക. 3. സ്വീകരിക്കുക. എപ്പോഴും സന്തോഷമായിരിക്കുക. നിങ്ങൾ പുതിയ കാർ ആഗ്രഹിക്കുകയും ഇപ്പോൾ കയ്യിലുള്ള പഴയ സ്കൂട്ടറിനെ കുറ്റം പറയുകയും ചെയ്താൽ നിങ്ങൾക്ക് പുതിയ കാർ കിട്ടില്ല. കാരണം നിങ്ങൾ അയക്കുന്നത് അസംതൃപ്തിയുടെ സിഗ്നലാണ്. നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ നടക്കാൻ റോണ്ട ബോൺ പറഞ്ഞു തരുന്ന 2 വിദ്യകളാണ്: വിഷ്വലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡും. വിഷ്വലൈസേഷൻ: കണ്ണടച്ച് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായതായി കാണുക. വെറുതെ ഒരു ചിത്രം കണ്ടാൽ പോരാ, ആ സന്തോഷം ഉള്ളിൽ അനുഭവിക്കണം. അത്ലറ്റുകൾ ട്രാക്കിൽ ഓടുന്നത് മനസ്സിൽ കാണുന്നത് പോലെ നിങ്ങളുടെ വിജയത്തിന്റെ ട്രെയിലർ ദിവസവും മനസ്സിൽ ഓടിച്ച് കാണുക. നന്ദി. ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്നവർക്ക് കൂടുതൽ ലഭിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഓരോ ചെറിയ കാര്യത്തിനും നന്ദി പറയുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് ഒരു നല്ല ഓർമ്മപ്പെടുത്തലായിരിക്കും. നിങ്ങൾ പണമില്ലായ്മയെക്കുറിച്ചല്ല, പകരം സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുക. പണം ചിലവാക്കുമ്പോൾ സങ്കടപ്പെടാതെ അത് 10 ഇരട്ടിയായി തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുക. ഓരോ പണം ചിലവാക്കുമ്പോഴും ആ പണത്തിന് നന്ദി പറയുക. അത് ഇരട്ടിയായി പണം തിരിച്ചു വരാൻ നിങ്ങളെ സഹായിക്കും. ഇന്നു മുതൽ ലഭിക്കുന്ന ഓരോ രൂപയ്ക്കും ചിലവാകുന്ന ഓരോ രൂപയ്ക്കും നന്ദി പറഞ്ഞ് ശീലിക്കുക. ബന്ധങ്ങളുടെ കാര്യത്തിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ അവരുടെ നല്ല ഗുണങ്ങൾ ഒരു ബുക്കിൽ എഴുതുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചാലേ മറ്റുള്ളവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും. നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സ്നേഹം നിങ്ങൾ തന്നെ ആവണം. നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് കെയർ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആ എനർജി ആദ്യം നിങ്ങളിൽ നിന്ന് തന്നെ വരണം. നെഗറ്റീവിന് പകരം മറ്റുള്ളവരെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുകയും അവരുടെ നന്മകൾ എഴുതി വെക്കുകയും ചെയ്തു നോക്കൂ. പിന്നീട് അവരിൽ നിന്നും വരുന്ന മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ രോഗത്തെക്കുറിച്ചല്ല, പകരം പൂർണ്ണ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഓരോ കോശവും നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ വേദനകൾ,
നമ്മുടെ പ്രശ്നങ്ങൾ, എനിക്ക് ഇതുണ്ട്, എനിക്ക് സുഖമില്ല, ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു. പക്ഷെ ഇത് നടക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ രോഗത്തോടുള്ള ശ്രദ്ധ അതിനെ കൂടുതൽ ശക്തമാക്കുന്നു. നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നു, അത് തന്നെയാണ് വളരുന്നത്. ഇത് മാറ്റാൻ ഒരു ലളിതമായ മാർഗമുണ്ട്. നിങ്ങളുടെ ശരീരം ഇപ്പോഴും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ ശരീരം എന്നെ പിന്തുണക്കുന്നു, എൻ്റെ കോശങ്ങൾ ദിവസേന ഹീൽ ചെയ്യുന്നു. പ്രകാശം ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ മനസ്സ് മാറും. അതിനൊപ്പം നിങ്ങളുടെ ശരീരവും പ്രതികരിക്കാൻ ഉണരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങും. വെളിപ്പെടുത്തുന്നു. ഞാൻ ശ്വാസമെടുക്കുന്നു, എനിക്ക് നടക്കാൻ കഴിയും. ശക്തി ഉണരുന്നു. ഈ നന്ദി പ്രകാശം നിങ്ങളുടെ എനർജി പുരാതന പാത വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതം ഒരു വെള്ളക്കടലാസാണ്. അതിൽ എന്ത് ചിത്രം വരയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ. പുരാതന പാത സാഹചര്യം എന്നത് ഇന്നലെ നിങ്ങൾ വരച്ച ചിത്രമാണ്. അത് മായ്ച്ചു കളയാം. ശക്തി ഉണരുന്നു. ഇന്ന് പുതിയൊരു ചിത്രം വരച്ചു. പുരാതന പാത വെളിപ്പെടുത്തുന്നു. നിങ്ങൾക്കായൊരു ചാലഞ്ച്. ഇന്നു മുതൽ 30 ദിവസം ഒരൊറ്റ നെഗറ്റീവ് ചിന്തയും മനസ്സിൽ വെക്കുക. പുരാതന പാത 30 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം ശക്തി ഉണരുന്നു. ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് പ്രകാശം പുരാതന പാത ഈ വീഡിയോ നിങ്ങൾക്കൊരു വെളിച്ചം നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഉണരുന്നു. കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി സക്സസ് മന്ത്ര ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ ഐ ആം എ മാഗ്നറ്റ് ഫോർ മിറക്കിൾസ് എന്ന് രേഖപ്പെടുത്തുക. പുരാതന പാത വെളിപ്പെടുത്തുന്നു.